സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നാം നോക്കുന്നത് ചെന്നൈ മെറീന ബീച്ച് എങ്ങനെ സിമ്പിളായി കണ്ട് തിരിച്ചു വരാം എന്നുള്ളതും എന്തെല്ലാം പ്രത്യേകതകളാണ് ആ ബീച്ചിലുള്ളതെന്നും അവിടെയുള്ള കാഴ്ചകളും എല്ലാം ഒന്ന് കാണുക എന്നുള്ളതാണ്. അതിനായി ഞാൻ യാത്ര തുടങ്ങുന്നത് പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷൻ ഒരുപാട് മാറ്റങ്ങളിലൂടെ മോടി പിടിപ്പിക്കുന്നതിലൂടെ പുതിയ കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. കോഴിക്കോട് ഭാഗത്തു നിന്നും ചെന്നൈയിലേക്ക് ദിവസേന 4 ട്രെയിനുകളാണ് 4 സമയങ്ങളിലായി ഓടുന്നത്. കോഴിക്കോട് ഭാഗത്തു നിന്ന് ചെന്നൈയിലേക്ക് പോകുന്ന ട്രെയിനുകളുടെ പേരും നമ്പറും സമയവും സ്ക്രീനിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ ചെന്നൈയിൽ നിന്നും കോഴിക്കോട്ടേക്ക് തിരിച്ചു വരാനുള്ള ട്രെയിനുകളുടെ പേരും നമ്പറും സമയവും സ്ക്രീനിൽ നൽകിയിട്ടുണ്ട്. ഈ ട്രെയിനുകളിൽ നമ്മളുടെ സൗകര്യവും സമയവും താല്പര്യവും അനുസരിച്ച് നമ്മൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. രാത്രി സമയങ്ങളിൽ മാത്രം ഓടുന്നവയും പകൽ ഓടുന്നവയും എല്ലാം ഉണ്ട്. അത് ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. ഇതുപോലെ എറണാകുളം ഭാഗത്തു നിന്നും വരുന്ന ട്രെയിനുകളുടെ ലിസ്റ്റ് IRCTC സൈറ്റിൽ കയറിയാൽ നമുക്ക് ഇതുപോലെ തന്നെ ലഭിക്കുന്നതാണ്. ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ, സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ. സ്ക്രീനിൽ എഴുതി കാണിച്ച പോലെ ഗോതിക് റൊമനസ്ക് ശൈലിയിലുള്ള ചുവന്ന കെട്ടിടം. ഇത് തമിഴ്നാടിൻ്റെ ഒരു ഐഡൻറ്റിറ്റി കൂടിയാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് 1873 ഈ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. ഹെൻറി ഇർവിൻ എന്ന വാസ്തു ശില്പിയാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. ആദ്യം മദ്രാസ് റെയിൽവേ സ്റ്റേഷൻ എന്നായിരുന്നു പേരെങ്കിലും മദ്രാസിൻ്റെ പേര് ചെന്നൈ എന്ന് പേര് മാറ്റിയപ്പോൾ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എന്ന പേരാക്കി മാറ്റി. പിന്നീട് 2019 തമിഴ്നാടിൻ്റെ രോമാഞ്ചവും പ്രമുഖ നടനും മുഖ്യമന്ത്രിയുമായിരുന്ന MGRൻ്റെ പേരിലേക്ക് നാമകരണം ചെയ്യപ്പെട്ടു. 2019 മുതൽ ഇതിൻ്റെ പേര് പുരൈച്ചി തലൈവർ ഡോക്ടർ MG രാമചന്ദ്രൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എന്നാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് കൂടിയാണ് ഇത്. ഈ റെയിൽവേ സ്റ്റേഷനിൽ 17 പ്ലാറ്റ്ഫോമുകളുണ്ട്. കൂടാതെ അണ്ടർഗ്രൗണ്ടിലൂടെയുള്ള മെട്രോ കണക്ടിവിറ്റി, അതുപോലെ തന്നെ സബർബൻ ലോക്കൽ ട്രെയിൻ കണക്ടിവിറ്റി, അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. നേരത്തെ പറഞ്ഞ പോലെ തമിഴ്നാടിൻ്റെ ഐഡൻറ്റിറ്റിയും ചെന്നൈ നഗരത്തിൻ്റെ ലാൻഡ്മാർക്ക് കൂടിയാണ് ഈ റെയിൽവേ സ്റ്റേഷനും അതിൻ്റെ രൂപകൽപ്പന ചെയ്ത ഈ കെട്ടിടവും. ട്രെയിൻ സമയം കാത്തിരിക്കുന്ന ആളുകൾക്ക് ഒട്ടും മടുപ്പ് വരാത്ത രീതിയിലാണ് റെയിൽവേ സ്റ്റേഷൻ്റെ പുറംഭാഗവും അലങ്കരിച്ചിട്ടുള്ളത്. ചെടികളും പൂന്തോട്ടങ്ങളും ഫൗണ്ടെയിനും വെള്ളച്ചാട്ടങ്ങളും അതുപോലെ തന്നെ തറകളും ഇരിപ്പിടങ്ങളും എല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. ഒറ്റ കാഴ്ചയിൽ ഏതോ വിദേശ രാജ്യത്തെ കാഴ്ചകളെപ്പോലെ തോന്നിപ്പിക്കുമാറ് ഒരുക്കിയിട്ടുണ്ട്. ചെന്നൈ നഗരത്തിൻ്റെ സെൻട്രൽ പോയിൻ്റ് കൂടിയാണിത്. ഇവിടെ നിന്നും ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കായാലും ബസ് സ്റ്റാൻഡിലേക്കായാലും വേറെ ഏത് മേഖലയിലേക്കായാലും ഉള്ള കണക്ടിവിറ്റി ഇവിടെ നിന്നും ലഭ്യമാണ്. ഒരു സന്ദർശകനെ സംബന്ധിച്ചിടത്തോളം ചെന്നൈ റെയിൽവേ സ്റ്റേഷനും ചുറ്റുപാടുകളും കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളാണ് സമ്മാനിക്കുന്നത്. ഒരു റെയിൽവേ സ്റ്റേഷൻ ഇത്രയും മനോഹരമായ കാഴ്ച ഇന്ത്യയിൽ മറ്റ് സ്ഥലങ്ങളിൽ നൽകുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലുള്ള തിരക്കേറിയ റോഡിൽ നിന്നും രക്ഷപ്പെടുന്നതിനും എതിർദിശയിലേക്ക് കടക്കുന്നതിനുമായി ധാരാളം സബ് വേകളും ലിഫ്റ്റുകളും ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അതുപയോഗിച്ച് നമുക്ക് എതിർദിശകളിലേക്കോ അടുത്തുള്ള മെട്രോ റെയിൽവേ സ്റ്റേഷനിലേക്കോ മറ്റ് സബർബൻ കണക്ടിവിറ്റിയിലേക്കോ നടന്നു നീങ്ങാവുന്നതാണ്. എനിക്കിവിടെ വളരെ കൗതുകകരമായി തോന്നിയത് മെട്രോ സംവിധാനത്തിനോട് കിടപിടിക്കുന്ന രീതിയിലുള്ള സബർബൻ ലോക്കൽ ട്രെയിൻ സംവിധാനമാണ്. ചെങ്കൽപ്പേട്ട് നിന്നും ചെന്നൈ ബീച്ച് വരെയുള്ള മേഖലയിലേക്കാണ് ഇത് ഓടിക്കൊണ്ടിരിക്കുന്നത്. സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 4 കിലോമീറ്റർ ദൂരമുള്ള മെറീന ബീച്ചിലേക്ക് ബസ് പിടിച്ചോ അല്ലെങ്കിൽ ഓട്ടോ വിളിച്ചോ വരാവുന്നതാണ്. ബീച്ചിലെത്തിയ ഉടനെ നമ്മളുടെ കണ്ണിൽ പതിയുന്ന പ്രതിമയാണിത്. ഇതിൻ്റെ പേര് തൊഴിലാളി പ്രതിമയെന്നും തമിഴിൽ ഉയ്യപ്പാളി പ്രതിമ എന്നും പറയുന്നു. പിന്നീട് നമ്മുടെ കണ്ണിൽ പതിയുന്ന പ്രധാന ഒരു സംഭവമാണ് ജയലളിതയുടെയും MGRൻ്റെയും സ്മാരകമായിട്ടുള്ള ഈ വെള്ള കമാനവും അതിൻ്റെ അകത്തുള്ള കെട്ടിടങ്ങളും. ഇതിനെക്കുറിച്ച് പിന്നീട് ഒരു വീഡിയോ വിപുലമായി ചെയ്യുന്നതാണ്. ഇത് ബീച്ചിൽ സ്ഥാപിച്ചിട്ടുള്ള കരസേനയുടെ പ്രധാന ടാങ്കായിട്ടുള്ള T-55 ആണ്.
1971 ഇന്ത്യ പാക് വാറും ബംഗ്ലാദേശ് വിഭജനവുമെല്ലാം വിജയകരമായതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ ആർമി തമിഴ്നാട് ബീച്ചിൽ പ്രദർശിപ്പിക്കുന്നതിനായി നൽകിയതാണ് ഈ ടാങ്കുകൾ. ഇത്തരം ഒരുപാട് സ്മാരകങ്ങളാണ് ഈ ബീച്ചിൽ സ്ഥാപിച്ചിട്ടുള്ളത്. ഇതിനു പുറമെ സുഭാഷ് ചന്ദ്രബോസിൻ്റെയും മഹാത്മാഗാന്ധിജിയുടെയും തിരുവള്ളൂരിൻ്റെയും എല്ലാം പ്രതിമകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് ബീച്ചിൽ തന്നെയുള്ള ഒരു സ്വിമ്മിംഗ് പൂളാണ്. ഇവിടെ ആവശ്യമുള്ള ആളുകൾക്ക് നീന്തം പഠിപ്പിക്കുന്നതിനും പരിശീലനം നൽകുന്നതിനുമെല്ലാമായി സ്ഥാപിച്ചിട്ടുള്ളതാണ്. ഒരുപാട് പ്രതിമകളും സ്മാരകങ്ങളും പണി കഴിപ്പിച്ചിട്ടുള്ള ഈ ബീച്ചിൽ തന്നെ അത്ഭുതകരമായ അല്ലെങ്കിൽ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രതിമയാണ് സ്റ്റാറ്റ്യൂ ഓഫ് എഡ്യൂക്കേഷൻ, ഹെൽത്ത് ആൻഡ് സോഷ്യൽ സർവീസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പ്രതിമയിൽ ഒരുപാട് ആളുകളുടെ രൂപങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഇത് മുകളിൽ കാണുന്നത് എഡ്യൂക്കേഷൻ്റെ പ്രാധാന്യവും അതിന് തൊട്ട് താഴെയായി ഡോക്ടർ, നഴ്സ് ഇവരടങ്ങിയിട്ടുള്ള ഹെൽത്തിൻ്റെ പ്രാധാന്യവും അതിൻ്റെ താഴെയായി സോഷ്യൽ സർവീസിൻ്റെ മറ്റെല്ലാ മേഖലകളും ഉൾപ്പെടുത്തി സാമൂഹിക സേവനത്തിൻ്റെയും പ്രാധാന്യമാണ് ഈ പ്രതിമകൾ വിളിച്ചോതുന്നത് എന്നാണ് ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത്. ഈ പ്രതിമകളായാലും മറ്റ് സ്മാരകങ്ങളായാലും ഈ ബീച്ചിലുള്ള എല്ലാം തന്നെ വളരെ ഭംഗിയായി മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ എല്ലാം പ്രധാന പ്രത്യേകത. ബീച്ചിലേക്ക് പോകാനും വാഹനങ്ങൾ നിർത്താനുമുള്ള റോഡാണിത്. മെയിൻ ബസ്സെല്ലാം പോകുന്ന മെയിൻ റോഡിന് പുറമേയുള്ള റോഡാണിത്. ബീച്ചിൽ എനിക്ക് വളരെ കൗതുകകരമായി തോന്നിയ മറ്റൊരു കാര്യമാണ് ബീച്ചിലെല്ലാം ഓരോ 200-250 മീറ്ററുകളും ഗ്യാപ്പിട്ട് നിർമ്മിച്ചിട്ടുള്ള ബാത്റൂമുകൾ, ടോയ്ലറ്റുകൾ. ഫ്രീ ടോയ്ലറ്റ് എന്നാണ് ഇതിൻ്റെ മുന്നിൽ തന്നെ എഴുതി വെച്ചിട്ടുള്ളത്. ഇവിടെ മറ്റൊരു ബോർഡ് കൂടി വെച്ചിട്ടുണ്ട്. പൈസ വാങ്ങുന്നതും കൊടുക്കുന്നതും പനിഷബിളാണ്, ശിക്ഷാർഹമാണ് എന്ന് പറഞ്ഞിട്ടുള്ള ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. അതിനു പുറമെ ഇത് വളരെ നീറ്റായിട്ടാണ് ഇതെല്ലാം കീപ്പ് ചെയ്തു പോകുന്നത്. നമ്മുടെ നാട്ടിൽ പൈസ കൊടുത്തു പോകുന്ന പബ്ലിക് ടോയ്ലറ്റ് പോലും ഒരു വൃത്തിയില്ല. ആ സമയത്താണ് ഒരു പൈസയും ഈടാക്കാതെ വളരെ ഭംഗിയായി മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഇത്തരം ടോയ്ലറ്റുകൾ തമിഴ്നാട്ടിൽ സുലഭമാണ്, പ്രത്യേകിച്ച് ബീച്ചിൽ. അവിടെ മറ്റൊരു കാഴ്ച വികലാംഗരായിട്ടുള്ള ആളുകൾക്ക് നൽകുന്ന പരിഗണനയാണ്. അവർക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായി പ്രത്യേക സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ അവർക്ക് പ്രത്യേകം അവരുടെ വീൽ ചെയർ കയറി പോകാൻ പറ്റുന്ന രീതിയിലുള്ള ടോയ്ലറ്റുകൾ, ഫീഡിങ് റൂമുകൾ, റെസ്റ്റിംഗ് റൂം അതെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു കോംപ്ലക്സ് തന്നെ ഇതിനായി നിർമ്മിച്ചിട്ടുണ്ട്. വളരെ കരുതലോടെയാണ് ഇതിന് നിർമ്മിച്ചിട്ടുള്ള. ഇവർക്ക് നൽകുന്ന ഈ ഒരു വീൽ ചെയർ തന്നെ വളരെ കൗതുകകരമാണ്. ബീച്ചിൽ അല്ലെങ്കിൽ മണലിൽ താവാണ്ടിരിക്കാൻ നല്ല വട്ടത്തിലുള്ള ടയറും നല്ല കൂളത് ഞാൻ ഉന്തി നോക്കി. ഇത് വളരെ സ്മൂത്തായിട്ട് തന്നെ ഇത് ഇങ്ങനെ ഒഴുകി പോകും. ആ രീതിയിൽ മെല്ലെ തള്ളിയാൽ മതി എന്നാൽ തന്നെ ഇങ്ങനെ പോകുന്ന രീതിയിലുള്ള വീൽ ചെയറുകൾ അവൈലബിൾ ആണ്. അവർക്കുള്ള കംഫോർട്ട് സ്റ്റേഷനാണിത്. ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇവിടെയും ഇതുപോലെ തന്നെ ഫ്രീ ടോയ്ലറ്റ് എന്ന് ബോർഡ് വെച്ചാൽ ഇതിങ്ങനെ നടന്നു പോകുമ്പോൾ നമുക്ക് ഒരുപാട് ടോയ്ലറ്റുകൾ ഇതുപോലെ കാണാൻ പറ്റും. ഇരിക്കാനുള്ള ഇരിപ്പിടത്തിനോട് ചാരിയിട്ട് ഇത്തരം കരിങ്കല്ല് കല്ലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. വാഹനങ്ങളും മറ്റും അങ്ങോട്ട് കയറ്റി നിർത്താണ്ടിരിക്കാതിരിക്കാനും തെന്നി പോകാണ്ടിരിക്കാനും വേണ്ടി ഇത്തരം ഭിത്തികൾ മതിൽ പോലെ ഇങ്ങനെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിലൂടെ ആളുകൾക്ക് നടക്കുകയും ചെയ്യാം, എന്നാൽ വാഹനങ്ങളോ മറ്റോ അങ്ങോട്ട് കയറുകയുമില്ല. ഈ രീതിയിൽ ഇരിപ്പിടവും സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് ദൂരം ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ ചെയ്തിട്ടുണ്ട്. പല കംഫോർട്ട് സ്റ്റേഷനിലും പകുതി ആണുങ്ങൾക്കും പകുതി പെണ്ണുങ്ങൾക്കായി തരംതിരിച്ചിട്ടുണ്ടെങ്കിലും സ്ത്രീകൾക്ക് മാത്രമായിട്ടും ടോയ്ലറ്റുകൾ ഒരുക്കിയിട്ടുണ്ട്. ഇത് പിങ്ക് ടോയ്ലറ്റാണ്. സ്ത്രീകൾക്ക് മാത്രം ഉപയോഗിക്കാനായി ടോയ്ലറ്റുകൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ടോയ്ലറ്റ് കോംപ്ലക്സുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇങ്ങനെ വളരെ നല്ല രീതിയിൽ എന്താ പറയുക, ജെൻഡർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടോയ്ലറ്റുകളും സൗകര്യങ്ങളും ഒക്കെ തമിഴ്നാട് ചെയ്യുന്നു. ഇത് വേറെ ഒരു ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടോയ്ലറ്റാണ്. ഇതും വളരെ ഇവിടെ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ഫീഡിംഗ് റൂമുണ്ട്, റെസ്റ്റിംഗ് റൂമുണ്ട്, എല്ലാമുള്ളൊരു സ്ഥലം. നടക്കാനുള്ള പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുള്ള ട്രാക്കാണ് ഇത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ വീതി കൂടിയ ബീച്ചിനോട് ചേർന്നുള്ള റോഡിനും അതുപോലെ തന്നെ മെയിൻ റോഡിനും NHനും ഇടയിലായി നിർമ്മിച്ചിട്ടുള്ള ഒരു പാതയാണ്. ഇത് ഒരുപാട് നീളത്തിലുണ്ട്. ഇതിലൂടെ ആളുകൾ അവരുടെ വൈകുന്നേരങ്ങളിലുള്ള എക്സസൈസ്, ജോഗിങ്, അതുപോലുള്ള നടത്തം എന്നിവകൾക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പാതയാണ്. ധാരാളം ആളുകൾ ഇത് ഉപയോഗപ്പെടുത്തുന്നതായി കാണുന്നുണ്ട്. ഇതിലേക്ക് വാഹനങ്ങളോ അതല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളോ കച്ചവടങ്ങളോ ഒന്നും കയറാതെ നടത്തത്തിന് മാത്രമായിട്ട് ഒരുക്കിയതാണ്. ഇതിൻ്റെ സൈഡിലെല്ലാം പൂക്കൾ, ഒരുപാട് ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ആളുകൾ അത് പൂക്കളൊക്കെ പറിച്ച് കൊണ്ടുപോകുന്നതും കാണാം. ഇങ്ങനെ ആളുകൾ ഓടിയിട്ടും അതുപോലെ ജോഗിങ് ചെയ്തിട്ടും നടന്നിട്ടുമെല്ലാം ഈ പാത വളരെ ഭംഗിയായി ഉപയോഗിക്കുന്നു. നമ്മുടെ നാട്ടിലുള്ള ഫുട്പാത്തിലടക്കം കച്ചവടക്കാരും അതുപോലെ തന്നെ
വാഹനങ്ങളും കയറ്റിയിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ആളുകൾക്ക് നടന്നു പോകാൻ പറ്റാത്ത രൂപത്തിൽ നിലകൊള്ളുന്ന പലയിടങ്ങളിലും കാണാം. അത് ആ സാഹചര്യത്തിലാണ് നടക്കാനായിട്ടും ജോഗിങ്ങിനായിട്ടും മാത്രം ഒരു പാത ഇങ്ങനെ ഈ ബീച്ചിനോട് ചേർന്ന് പണിതിട്ടുള്ളത്. ഇതിൻ്റെ നിലം കണ്ടാൽ അറിയാം, ഇത് ടാർ ചെയ്തതല്ല. ഇത് നല്ല രീതിയിൽ സ്മൂത്തായ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ മെറ്റീരിയൽ ഉപയോഗിച്ച് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഏകദേശം ബീച്ചിൻ്റെ അത്രയും തന്നെ നീളത്തിൽ ഈ ഒരു പാത ഇങ്ങനെ തന്നെ നടത്തത്തിനായി ഒരുക്കിയിട്ടുണ്ട്. മെറീന ബീച്ച് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നാച്ചുറൽ അർബൻ ബീച്ചാണ് മെറീന ബീച്ച്. ഒന്നാമത്തത് ബ്രസീലിലാണ്. 212 കിലോമീറ്ററാണ് ബ്രസീലിലെ ആ ബീച്ചിൻ്റെ നീളമെന്നാണ് പറയപ്പെടുന്നത്. അതേസമയം മെറീന ബീച്ചിൻ്റെ നീളം 13 കിലോമീറ്ററാണ്. അത്രയും ഡിഫറൻസ് ഉണ്ടെങ്കിലും ഇത് ലോകത്തിലെ രണ്ടാമത്തെ ബീച്ചായി നിലകൊള്ളുന്നു എന്നതിൽ തന്നെ ഇതിൻ്റെ പ്രാധാന്യവും ഇതിൻ്റെ വലിപ്പവും വിശാലതയും എല്ലാം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ബംഗാൾ ഉൾക്കടലിൻ്റെ തീരത്ത് വടക്ക് സെൻറ്റ് ജോർജ് ഫോർട്ട് മുതൽ അങ്ങ് തെക്ക് ബസന്റ് നഗർ വരെ 13 കിലോമീറ്ററാണ് ഈ ബീച്ച് ഇങ്ങനെ വിശാലമായി നീണ്ടു നിവർന്ന് കിടക്കുന്നത്. ഈ ബീച്ചിൻ്റെ വിമാന കാഴ്ചകൾ എന്ന പോലെ ഇതിൻ്റെ അടുത്തുള്ള ലൈറ്റ് ഹൗസിൽ കയറി, ലിഫ്റ്റ് സൗകര്യമുള്ള ലൈറ്റ് ഹൗസുകൾ അപൂർവമാണ് ഇന്ത്യയിൽ. അത്തരമൊരു ലൈറ്റ് ഹൗസാണ് ഇതിനടുത്തുള്ള ലൈറ്റ് ഹൗസ്. അതിൽ കയറിയാൽ നമുക്ക് ഇതിൻ്റെ വിമാന കാഴ്ച എന്ന പോലെ കാഴ്ചകൾ കാണാവുന്നതാണ്. ഈ 13 കിലോമീറ്റർ നീണ്ടു നിവർന്ന് കിടക്കുന്ന ബീച്ചിൽ മുളകൾ കൊണ്ട് ഒരുപാട് സാമഗ്രികളാണ് നിർമ്മിച്ചിട്ടുള്ളത്. സ്റ്റേജുകൾ, എൻട്രി കമാനങ്ങൾ, ഇരിക്കാനുള്ള ചെയറുകൾ, അതിനു മുകളിൽ സ്ഥാപിച്ചിട്ടുള്ള തൊപ്പി, അതായത് വെയിലേൽക്കാതെ ഇരിക്കാൻ റൂഫുകൾ, വാച്ച് ടവറുകൾ എല്ലാം മുളകൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത്. എണ്ണിയാൽ തീരാത്ത അത്രയും മുളകൾ കൊണ്ടുള്ള ഉപകരണങ്ങളും സാമഗ്രികളും ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. റോഡിൽ നിന്നും ബീച്ചിലേക്ക് ഏകദേശം 1/2 കിലോമീറ്റർ ദൂരമാണുള്ളത്. ഇത്രയും ദൂരമുള്ള ബീച്ചുകൾ അപൂർവമാണ്. ഈ ദൂരം അത്രയും ഒരു റബ്ബർ ഷീറ്റ് കൊണ്ട് നടപ്പാത ഒരുക്കിയിട്ടുണ്ട്. അപ്പം പ്രായമുള്ള ആളുകൾക്കും കുട്ടികൾക്കും ഈവൺ മൃഗങ്ങൾക്ക് പോലും ഇതിലൂടെ വളരെ ആയാസകരമായി നടന്ന് നീങ്ങാവുന്നതാണ്. വീൽ ചെയറിലൊക്കെ എത്തുന്ന ആളുകൾക്ക് വീൽ ചെയർ ഉന്തി തന്നെ ബീച്ചിൻ്റെ അടുത്ത് വരെ പോകാവുന്നതാണ്. ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ആ വീൽ ചെയർ ഉണ്ടല്ലോ, വികലാംഗർക്കുള്ള, അത് ഉന്തിയിട്ട് ഇതിലാളുകളെ കൊണ്ടുപോകുന്നുണ്ട്. അത്തരം ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇതിലൂടെ വളരെ പെട്ടെന്ന് നടന്ന് നീങ്ങാവുന്ന രീതിയിലാണ് ഈ ഷീറ്റുകൾ, റബ്ബർ ഷീറ്റ്, ഇത് നല്ല കട്ടിയുള്ള റബ്ബർ ഷീറ്റാണ് ഇതിവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. മയത്തോ അല്ലെങ്കിൽ വെള്ളം കയറിയാലൊന്നും കേടാവാത്ത രീതിയിലാണ് ഇത് വളരെ അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. ഇതും വലിയ ഒരു കൗതുകമായി തോന്നുന്നു. ഇത്തരം 4 പാതകളാണ് ഈ ബീച്ചിലുടനീളം ഒരുക്കിയിട്ടുള്ളത്. ഈ പാതയുടെ സൈഡിലും നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇരിക്കാനുള്ള മുളകൾ കൊണ്ടുള്ള ചെയർ, അതിൻ്റെ മുകളിൽ കുട, ആ മുളകൾ കൊണ്ട് തന്നെ നിർമ്മിച്ച അതല്ലെങ്കിൽ അതുപോലുള്ള ഓല കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള മേൽക്കുരകളോട് കൂടിയ തൊപ്പിക്കുട പോലുള്ള കുടകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിലൊക്കെ ആളുകൾക്ക് ഇരിക്കാവുന്നതാണ്. ആളുകൾ ഇരിക്കുന്നുമുണ്ട്. ഇതുപോലെ ഒരുപാട് ചെയറുകളും ഇതുപോലെ തൊപ്പിക്കുടകളും റൂഫും ഒക്കെ അവിടെ ഉണ്ട്. ഇതാണ് ഈ മണൽ, നമുക്ക് കാണാവുന്നതാണ്. വളരെ കട്ടിയിലാണ് ഈ മണലുള്ളത്. നടന്ന് നീങ്ങാന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. ഞാൻ അതിൽ ചവിട്ടി നോക്കി, പെട്ടെന്ന് കാല് ഇതിലേക്ക് താഴുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് നടന്ന് നീങ്ങാനും പ്രയാസമാണ് ഇത്തരം മണലിലൂടെ. ആ സമയത്താണ് ഇങ്ങനെ ഒരു ഷീറ്റ് ഇങ്ങനെ ഇട്ടത് കൊണ്ട്, പാകിയത് കൊണ്ട് വളരെ ആയാസകരമായിട്ട് തന്നെ നമുക്ക് ഈ ഒരു 1/2 കിലോമീറ്റർ ദൂരം നടന്ന് നീങ്ങാവുന്നതാണ്. നായകളൊക്കെ വളരെ ഈസി ആയിട്ടാണ് അതിലൂടെ ഓടുന്നത്. അവർക്കും ഇത് വളരെ സുഖകരമാണ് എന്നുള്ളതാണ്. മൃഗങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ കുതിരകളൊക്കെ സവാരികൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. അവരും ഈ പാത ഉപയോഗിക്കുന്നുണ്ട് തിരിച്ചു പോകാനൊക്കെ. മണലിലാണ് കൂടുതൽ ഉപയോഗിക്കുന്നതെങ്കിലും അവരും ഈ പാത ഉപയോഗിച്ച് അവർ റോഡിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ചുരുക്കത്തിൽ ഇത് വളരെ സുഖകരമായി തോന്നി, നല്ലൊരു ഭംഗി. ഞാനിവിടെയാണ് ഇത് ആദ്യമായിട്ട് കാണുന്നത്. ഇത്ര വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഉപയോഗിക്കുന്നത് ആദ്യമായിട്ടാണ്. ഇവിടെയാണ് വളരെ കൗതുകകരമായി തോന്നി. പിന്നെ എനിക്ക് നല്ലൊരു അനുഭവമായി തോന്നിയത് ഈ ഒരു വാച്ച് ടവറാണ്. ഇത് അവിടെ ലൈഫ് ഗാർഡ്സും അതുപോലെ തന്നെ സെക്യൂരിറ്റി സ്റ്റാഫിനും വേണ്ടി അവരെ വാച്ച് ചെയ്യാൻ വേണ്ടി, അതായത് ഈ ഏരിയകളിൽ ഈ കടലിലേക്ക് ആരെങ്കിലും ഇറങ്ങുന്നുണ്ടോ എന്ന് വാച്ച് ചെയ്യാനും അവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും വേണ്ടി വാച്ച് ടവറായിട്ടാണ് ഈ ലൈഫ് ഗാർഡ്സ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് എനിക്കറിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഇത് കണ്ടപ്പോൾ അതിലേക്ക് കയറി ബീച്ചിൻ്റെ ചുറ്റുഭാഗം നല്ല ഒരു രീതിയിൽ തന്നെ കണ്ടു. കുറേ നേരം ഞാനത് ഇങ്ങനെ നോക്കിയിരുന്നപ്പോൾ അപ്പുറത്തുനിന്ന് ഒരു ഗാർഡ് വിളിച്ച് പറഞ്ഞു, അതിലെങ്ങനെ ജനങ്ങൾക്കുള്ളതല്ല, നിങ്ങളതിൽ നിന്ന് താഴെ ഇറങ്ങണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഇറങ്ങി. പക്ഷേ ഇറങ്ങുന്നതിന് മുന്നേ ഞാൻ നല്ലൊരു വീഡിയോ ഇങ്ങനെ റൗണ്ടിൽ
ഷൂട്ട് ചെയ്തു. അതാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ കാണാവുന്നതാണ് എത്രത്തോളം പിന്നെ ആ ഒരു വീഡിയോ എത്തുന്ന അത്രയും ദൂരം എത്രത്തോളം ഇതുപോലുള്ള ചെയറുകളും കമാനങ്ങളും തൊപ്പിക്കുടകളും എല്ലാം സ്ഥാപിച്ചിട്ടുണ്ടെന്ന് കാണാവുന്നതാണ്. ഒരുപാടുണ്ട്. ഇത് കാരണം ഒരു ചെറിയ ദൂരമാണ്. ഇതിപ്പോൾ ഇത്തരം 13 കിലോമീറ്റർ ദൂരമാണ് ഇത്രയും പരന്ന് കിടക്കുന്നത്. ആ ഒരു ദൂരം ഇതിൽ കാണാവുന്നതാണ്. അപ്പം ലൈഫ് ഗാർഡ്സ് പറഞ്ഞതിന് പ്രകാരം ഈ വീഡിയോ എടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് താഴെ ഇറങ്ങി. അപ്പം ഒരുപാട് വാച്ച് ടവറുകൾ ഇതുപോലെ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ആ ഒരു വാച്ച് ടവറിലെല്ലാം ലൈഫ് ഗാർഡ്സും ഉണ്ട്. എന്തോ ഭാഗ്യത്തിന് ഇതിൽ ആളുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇതിൽ കയറിയപ്പോൾ അപ്പുറത്തെ വാച്ച് ടവറിൽ നിന്നാണ് ഒരു ഗാർഡ് വിളിച്ച് പറഞ്ഞത് അതിൽ താഴെ ഇറങ്ങണം, അത് ജനങ്ങൾക്ക് ഇങ്ങനെ പൊതുജനങ്ങൾക്ക് കയറാനുള്ളതല്ല എന്നവർ പറയുന്നുണ്ടായിരുന്നു. ബീച്ചിൽ തന്നെ മനോഹരമായ മറ്റൊരു കാഴ്ചയായിരുന്നു ഇതുപോലെ സാൻഡ് മണൽ ഉപയോഗിച്ച് പ്രതിമകളും അതുപോലെ തന്നെ ചിത്രപ്പണികളും ചെയ്യുന്ന ഒരു വ്യക്തി. ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് നമ്മൾ ഇതിൻ്റെ കൂടെ നിന്ന് ഒരു വീഡിയോ ഒക്കെ എടുക്കുകയാണെങ്കിൽ അയാൾക്ക് ചെറിയൊരു ഡൊണേഷൻ എന്തെങ്കിലും കൊടുക്കുക, അങ്ങനെയാണെങ്കിൽ അയാൾ നമ്മളുടെ കൂടെ നിന്ന് വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കാൻ പോസ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇയാൾ അവിടെ ഒരു പ്രധാനപ്പെട്ട അറിയപ്പെട്ട ഒരാളാണ്. ഒരുപാട് മ്യൂസിയങ്ങളിൽ ഇയാൾ നിർമ്മിച്ച സാൻഡ് പ്രതിമകളുണ്ട്. അപ്പോൾ മൈസൂരിലെല്ലാം സാൻഡ് മ്യൂസിയം ഉണ്ട്. അവിടെയും ഇയാളൊരു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ ഫോട്ടോ ഒക്കെ അയാൾ കാണിച്ചു തന്നു. കൂടുതൽ വീഡിയോ എടുക്കാനും അയാളുടെ കൂടെ നിന്ന് വീഡിയോ എടുക്കാനൊന്നും അയാൾ സമ്മതിച്ചില്ല. ഇത് നിർമ്മിച്ച് കഴിഞ്ഞിട്ട് ഏതോ ഒരു ന്യൂസ് ചാനലുകാർ വരുന്നുണ്ട്, അവർക്കിത് വീഡിയോ എടുത്ത് ഔട്ട് ചെയ്തിട്ടേ ഇനി അയാൾ വേറെ ആളെ കൂടെ വീഡിയോ എടുക്കുള്ളൂ എന്നാണ് അയാൾ പറഞ്ഞത്. അയാൾ വളരെ കഷ്ടപ്പെട്ട് തന്നെ മണൽ കൊണ്ട് കുഴച്ച് കോയമ്പൂണ് പോലെ ഉണ്ടാക്കി അയാൾ പ്രതിമ ആ ഒരു സ്ട്രക്ചർ അതിൻ്റെ പണി അതിവേഗം തീർത്തുകൊണ്ടിരിക്കുകയാണ്. ചാനലേറെ അധികം വൈകാതെ എത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ബേ ഓഫ് ബംഗാൾ ഉൾക്കടൽ. പൊതുവെ രാമേശ്വരം ഭാഗത്തെല്ലാം ബംഗാൾ ഉൾക്കടൽ വളരെ ശാന്തമാണ്, പരന്നങ്ങനെ കിടക്കുന്നതായിട്ട് കാണാം. എന്നാൽ ഈ ബീച്ചിൽ വളരെ അപകടകരമായ രീതിയിലുള്ള തിരകളും തിരമാലകളും അതിൻ്റെ ചലനങ്ങളുമാണ് നമുക്കെന്നും കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ലൈഫ് ഗാർഡ്സും അതുപോലെ തന്നെ സെക്യൂരിറ്റി സ്റ്റാഫും വളരെ അലർട്ടാണ്. അതിന് പുറമെ ഇവിടെ ഒരുപാട് CCTVകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിലെല്ലാം അവർ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. ആളുകൾ അങ്ങോട്ട് ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല, അധികമൊന്നും അതിൽ കളിക്കാനും സമ്മതിക്കില്ല. എന്നിരുന്നാലും അവരുടെ കണ്ണ് വെട്ടിച്ച് ചിലരെല്ലാം വെള്ളത്തിൽ ഇറങ്ങുന്നുണ്ട്. അതപ്പം തന്നെ വന്ന് അവർ തിരിച്ച് കയറ്റുന്നുമുണ്ട്. വളരെ അപകടകരമായ രീതിയിലാണ് ഇവിടുത്തെ തിരകളും മൂവ്മെൻറ്റ്സും എന്നാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളതും അവർ പറയുന്നതും. അതുകൊണ്ടാണ് അത്രയും ഗാർഡ്സിനെ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളതും. ഗ്രേറ്റർ ചെന്നൈ കോർപ്പറേഷൻ GCC ആണ് ഇത് ഓരോ വർഷവും മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. ഏകദേശം 8 കോടി രൂപയോളം ചെലവ് ഒരു വർഷം ഇവിടുത്തെ മെയിൻ്റനൻസിലായി വരുന്നു എന്നാണ് കണക്ക്. മെഷീനുകളും അതുപോലെ ആളുകളും അത്രയും ഉപയോഗിച്ചിട്ടാണ് ഇത് ഓരോ ദിനവും ഇവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ മണൽത്തരികളെല്ലാം കണ്ടാൽ നമുക്ക് കയ്യിൽ വാരിയെടുക്കാൻ തോന്നും, അത്രയും വൃത്തിയാണ്. കുതിരസവാരികളും പ്രത്യേക യൂണിഫോം അണിഞ്ഞ ഓപ്പറേറ്റർമാരൊക്കെയാണ് ഈ കുതിരകളെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഫീ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ആളുകളത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നീട് ഇതിൻ്റെ പിൻവശത്തൊക്കെ നമുക്ക് ഇരിക്കാനുള്ള നേരത്തെ പറഞ്ഞ പോലെ ചെയറുകൾ ധാരാളമുണ്ട്. ഇത്തരം ചെയറുകളൊക്കെ ഫ്രീ ആയിട്ടാണ്. ഇവിടെ എൻട്രി ആയാലും ഇരുത്തത്തിനുള്ളതെല്ലാം സൗജന്യമാണ്. അതാണ് ഈ ഒരു ബീച്ചിൻ്റെ വളരെ പ്രത്യേകത. അതേസമയം മംഗലാപുരത്തുള്ള ബീച്ചിലൊക്കെ എൻട്രി ഫീ ഉണ്ട്. ഇപ്പോൾ ബ്ലൂ ഫ്ലാഗ് ബീച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു ബീച്ചുണ്ട് മംഗലാപുരം. അവിടെയൊക്കെ എൻട്രി ഫീ 30 രൂപയും അതിന് പുറമെ ഇത്തരം സ്ഥാപിച്ചിട്ടുള്ള ഈ ഒരു ചെയറുകളിലും ഇരിക്കാൻ 1 മണിക്കൂറിന് 100 രൂപയുമാണ് അവർ ഈടാക്കുന്നത്. ആ സമയത്താണ് ഇത്രയും വിശാലമായ, ഇത്രയും വൃത്തിയുള്ള, ഇത്രയും സൗകര്യങ്ങളുള്ള ഒരുപാട് സ്മാരകങ്ങളും ഒരുപാട് കൊത്തുപണികളും അതുപോലെ തന്നെ സ്ട്രക്ചറുകളും മുള കൊണ്ടുള്ള ഫർണിച്ചറുകളും എല്ലാം സ്ഥാപിച്ചിട്ടുള്ള ഈ ഒരു ബീച്ചിലേക്ക് തികച്ചും സൗജന്യമായിട്ടുള്ള എൻട്രി, അതും വളരെ വൃത്തിയോട് കൂടിയിട്ടുള്ള ടോയ്ലറ്റുകൾ, കുടിവെള്ള സൗകര്യങ്ങൾ, യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങൾ തികച്ചും അത്ഭുതപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. പൊതുവേ പറയാറുണ്ട് ലൈറ്റുകൾ തെളിഞ്ഞ നിർമ്മിതികളാണ് രാത്രികളിൽ ഭംഗി എന്ന് പറയാറുണ്ട്. എങ്കിലും പകലും ഈ ബീച്ച് വളരെ ഭംഗിയുള്ളത് തന്നെയാണ്. എങ്കിലും അതിലേറെ ഭംഗിയായി നമുക്ക് തോന്നുന്നത് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള ലൈറ്റുകളെല്ലാം തെളിയുന്ന രാത്രിയാണ്. രാത്രി സമയം അത് വല്ലാത്തൊരു കാഴ്ച തന്നെയാണ്. ഈ ബീച്ചുടനീളം ലൈറ്റുകൾ തെളിയിച്ച് ഇതിനൊരു പകലാക്കി മാറ്റുന്ന വിസ്മയമാണ് രാത്രികളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു റബ്ബർ ഷീറ്റിട്ട നടപ്പാതയെല്ലാം ലൈറ്റുകളിൽ തെളിച്ച് വളരെ ഭംഗിയാണ്. അതിൻ്റെ ബീച്ചുകളിൽ ലൈറ്റുകൾ നമ്മളുടെ ഒരു ഞെരിയാണിയുടെ ഉയരത്തിലാണ് ലൈറ്റുകൾ ആ പാതക്ക് 2 സൈഡിലുമായിട്ട് ഒരുക്കിയിട്ടുള്ളത്. അതിലൂടെ നടന്നു പോകുമ്പോൾ വളരെ കൗതുകകരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. രാത്രി ആ വഴികളിലൂടെ ആളുകൾ വീൽ ചെയറും തീട്ടും നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് വീൽ ചെയറിൽ ഇരുത്തി അവരെ ഉന്തിക്കൊണ്ടുപോകുന്നതൊക്കെ രാത്രിയുള്ള കാഴ്ചകളിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്.
ഇതിൻ്റെ കമാനം, അങ്ങോട്ടുള്ള എൻട്രി കമാനമാണിത്. അത് രാത്രി ഈ രീതിയിലാക്കിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ആ വീൽ ചെയറിൽ ഈ ഒരു പാതയിലൂടെ ഉന്തിക്കൊണ്ടു പോകുമ്പോൾ രണ്ട് സൈഡിലും തെളിയുന്ന അതിൻ്റെ നിലത്ത് സ്ഥാപിച്ചിട്ടുള്ള ലൈറ്റുകളാണ്. അത് ഉടനീളം ഈ ഒരു 1/2 കിലോമീറ്റർ നീളത്തിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അങ്ങനെ നടന്ന് ബീച്ചിൻ്റെ അങ്ങേ അറ്റം വരെ നമുക്ക് ആ കടൽ തീരം വരെ നടന്നു പോകാവുന്നതാണ്. അതൊക്കെ വളരെ കൗതുകമുണർത്തുന്നതും അത്ഭുതമുണർത്തുന്നതും കണ്ണിന് നല്ല മനോഹാരിത പടർത്തുന്നതുമായിട്ടുള്ള കാഴ്ചകളാണ്. ആരും ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ട ഒരിടം തന്നെയാണ് മറീന ബീച്ച്. ചെന്നൈ മറീന ബീച്ചും എന്നും ആളുകളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കും. ചെന്നൈ എന്നത് കൾച്ചറൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. കർണാടക സംഗീതത്തിൻ്റെയും ഭരതനാട്യത്തിൻ്റെയും മറ്റ് തമിഴ് കലകളുടെയും കേന്ദ്രമാണ് ചെന്നൈ. അതുപോലെ തന്നെ സിനിമയുടെ ലോകം, കോടാമ്പക്കം സിനിമ എന്നതും AVM സ്റ്റുഡിയോ എന്നതും എല്ലാം ചെന്നൈയുടെ കേന്ദ്രമാണ്. അതുപോലെ തന്നെ വണ്ടി നിർമ്മാതാക്കളുടെ കേന്ദ്രമാണ് ചെന്നൈ. IT ഹബ്ബ് കൂടിയാണ്. ടൈഡൽ പാർക്ക് എന്നത് ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ IT പാർക്കുകളിൽ ഒന്നാണ്. അതുപോലെ ഹെൽത്ത് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നും അറിയപ്പെടുന്നു. ഒരുപാട് അറിയപ്പെട്ട അപ്പോളോ ആശുപത്രി മുതൽ ഒരുപാട് ആശുപത്രികൾ തിങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമാണ് ചെന്നൈ. ആ ചെന്നൈക്ക് എന്നും മാറ്റുകൂട്ടാനും പെരുമ വർദ്ധിപ്പിക്കാനും ഉപകരിക്കുന്ന രീതിയിലാണ് ഈ ബീച്ചും ഈ ബീച്ചിലെ സംവിധാനങ്ങളും സൗകര്യങ്ങളും എല്ലാം ഇവിടുത്തെ ഗവൺമെൻറ്റും കോർപ്പറേഷനും ഒരുക്കിയിട്ടുള്ളത്. ഈ എക്സിറ്റ് മേഖലയിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള ഒരു ഇക്കോ ഫ്രണ്ട്ലി ടോയ്ലറ്റുമാണ് ഇത്. ഈ ഒരു കൗതുകം കണ്ടപ്പോൾ പകർത്തി എന്ന് മാത്രം. പിന്നെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇവിടുത്തെ തദ്ദേശീയമായിട്ടുള്ള ഭക്ഷണം. ഒരുപാട് തട്ടുകടകളും അതുപോലെ തന്നെ ഇവിടുത്തെ മീൻ വറുത്തതും കടല വിഭവങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരുപാട് തട്ടുകടകളും അതുപോലെ തന്നെ വഴിയോര കച്ചവടങ്ങളും ധാരാളം ഈ ബീച്ചുടനീളമുണ്ട്. അതും അതിൻ്റെ ടേസ്റ്റ് നമുക്ക് രുചിയാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ ഇത്തരം വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും യാത്രാ വീഡിയോകളുമായി കാണാം. താങ്ക് യു.